ഇന്നെല്ലാവരും ഒരു സുഖമുള്ള വാക്ക് പറയുന്നുണ്ട്. അതെന്താ? നമ്മൾ ഈ ഇന്ത്യാരാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, നമ്മളൊക്കെ ഒരു ഉമ്മവറ്റ സഹോദരന്മാരല്ലേ, നമ്മളൊക്കെ വ്യത്യസ്ത മതങ്ങളാണെങ്കിലും നമ്മളൊന്നാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിലൊക്കെ സൗഹാർദ്ദം വേണം, നമ്മൾ തമ്മിൽ തല്ലേണ്ടതില്ല, തമ്മിൽ തല്ലാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് അതാ മുസ്ലിമിന്റെ പള്ളിയിൽ വന്ന് ഹിന്ദു സഹോദരന്മാർ അവരുടെ ആഘോഷങ്ങൾ നടത്തലാണോ സൗഹാർദ്ദം? അതല്ലെങ്കിൽ ഹിന്ദു സഹോദരന്മാരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് മുസ്ലിമീങ്ങളും തൊഴലും അതിൽ പങ്കെടുക്കലുമാണോ സൗഹാർദ്ദം? ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങളിൽ മുസ്ലിമീങ്ങളും പങ്കുചേരലാണോ സൗഹാർദ്ദം? അതൊന്നും സൗഹാർദ്ദമല്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, മതങ്ങൾ തമ്മിലൊരു സൗഹാർദ്ദമില്ല, മറിച്ച് മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത്. മതം എന്ന് പറയുന്നത് ഇവിടെ വേറെ വേറെ തന്നെയാണ്. ഒരു മതവും ഒരു മതത്തോട് ചേരൂല. മുസ്ലിമിന് ഹിന്ദു മതത്തോട് ചേരാനാവില്ല, ഹിന്ദു മതത്തിന് മുസ്ലിമീങ്ങളോടും ചേരാനാവില്ല, ക്രിസ്ത്യാനികൾക്കും ചേരാനാവില്ല. മൂന്ന് മതങ്ങൾ തന്നെയാണ്. അതേ അവസരത്തിൽ മൂന്ന് മതത്തിലെയും പെട്ട അനുയായികൾ അവര് പരസ്പരം സൗഹാർദ്ദം കാണിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് വേണ്ടത്? ഇതിന്ന് പലർക്കും അറിയാഞ്ഞിട്ട് പലരും പല അപകടത്തിലും ചെന്നു ചാടുന്നുണ്ട്. അതാ ക്രിസ്ത്യാനികളുടെ ഡിസംബർ 25 വന്നു കഴിഞ്ഞാൽ മാപ്പിളമാരുടെ വീട്ടിന്റെ മുമ്പിലും സ്റ്റാർ തൂക്കുന്നു. അതാ നക്ഷത്രം തൂക്കുകയാണ് ബൾബിട്ടിട്ട്. മുസ്ലിമേ, നിന്റെ വീട്ടിൽ എന്തിനാ നീ സ്റ്റാർ തൂക്കുന്നത്? മുസ്ലിമേ, നിന്റെ വീട്ടിൽ നീ എന്തിനാ ഓണച്ചോറ് വെക്കുന്നത്? മുസ്ലിമേ, നിന്റെ വീട്ടിൽ നീ എന്തിനാ അത്തപ്പൂക്കളം ഒരുക്കുന്നത്? മുസ്ലിമേ, നിന്റെ വീട്ടിൽ നീ എന്തിനാണ് മാതോരി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നത്? മുസ്ലിമേ, സൗഹാർദ്ദം എന്ന് പറയുന്നത് അവനവന്റെ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദമില്ല. അങ്ങനെ ഒരു സൗഹാർദ്ദം ഇവിടെ ആവശ്യവുമില്ല. അതൊരു മതത്തോട് വിദ്വേഷമുണ്ടായിട്ടല്ല. മുസ്ലിമിന് അവന്റെ ഐഡന്റിറ്റിയുണ്ട്, മുസ്ലിം അവന്റെ ഇസ്ലാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ മനുഷ്യന്മാര് തമ്മിൽ നല്ല സ്നേഹവും സൗഹാർദ്ദവും വേണം. മുസ്ലിമായ മനുഷ്യന്റെ അതാ വലതുഭാഗത്തൊരു ഹിന്ദുവിന്റെ വീടാണെന്ന് വിചാരിച്ചോ, ഇടതുഭാഗത്തൊരു ക്രിസ്ത്യാനിയുടെ വീടാണെന്ന് വിചാരിച്ചോ, ഈ മുസ്ലിമായ മനുഷ്യനൊരു ബാധ്യതയുണ്ട്. തന്റെ ഹിന്ദുവായ അയൽവാസിയോടും ക്രിസ്ത്യാനിയായ അയൽവാസിയോടും അവൻ സ്നേഹം കാണിക്കണം, അവന്റെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവിടുത്തെ കുട്ടികൾ വിശന്നാൽ മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടോ? ഹിന്ദുവിന് കൊടുത്തോളണം, ക്രിസ്ത്യാനിക്ക് കൊടുത്തോളണം. ഹിന്ദുക്കൾ കഷ്ടപ്പെടുമ്പോൾ നമ്മെ കൊണ്ടാകുന്ന സഹായം ചെയ്യണം. നമ്മുടെ അയൽ വീട്, നമ്മുടെ നാട്ടിലൊരു ഹിന്ദു സഹോദരൻ അതാ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കുകയാണ്. അയാളുടെ കുട്ടികളതാ ഉറങ്ങാനിടമില്ലാതെ നനഞ്ഞൊലിക്കുകയാണെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന മുസ്ലിമേ, നീ സഹായിക്കൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ പാവപ്പെട്ട ഹൈന്ദവ സഹോദരന് വീടുണ്ടാക്കി കൊടുക്കൽ പുണ്യകർമ്മമല്ലേ? അത് ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അതാ രോഗിയായി കിടക്കുകയാണ്, ചികിത്സിക്കാൻ പൈസയില്ലാത്ത ഒരു ഹൈന്ദവ സഹോദരനാണെങ്കിൽ അവനെ ആസ്പത്രിയിൽ കൊണ്ടുപോകേണ്ട ബാധ്യത മുസ്ലിമിനില്ലേ? ഉണ്ട്. ഇതൊക്കെ ആവശ്യമാണ്. ഹിന്ദുവിന്റെ വീട്ടിൽ ചായ കുടിക്കാൻ വിളിച്ചാൽ മുസ്ലിമിന് പോയിക്കൂടെ? മുസ്ലിമിന് പോകാം. ക്രിസ്ത്യാനി വിളിച്ചാൽ പോയിക്കൂടെ? പോകാം. മുസ്ലിമിന്റെ വീട്ടിൽ അവർക്ക് കയറിക്കൂടെ? ഭക്ഷണം കഴിക്കാം. ഇതിലൊന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ സൗഹാർദ്ദമാണ് പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്നിതാ സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടിപ്പോ വേറെ ചില സൗഹാർദ്ദക്കാരിറങ്ങിയിരിക്കുന്നു. അതെന്ത് സൗഹാർദ്ദമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന് ചെയ്യാൻ പാടില്ലാത്ത പലതും മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മുസ്ലിമേ നിന്റെ വീട്ടിൽ നീ ചെയ്യുന്നു, നീ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു, അവിടെ പോയിട്ട് അതാ ആശംസ നേരുന്നു. ഒരൊറ്റ മുസ്ലിമിന്റെ വീട്ടിലും സ്റ്റാർ തൂക്കിക്കൂടാ, ക്രിസ്തുമസിന്റെ സിംബലായി സ്റ്റാർ തൂക്കിക്കൂടാ, ഓണച്ചോറവൻ വെക്കണ്ട, അത്തപ്പൂക്കളം അവനൊരുക്കണ്ട. അത് അവരവരുടെ ആഘോഷങ്ങൾ അവരവര് ചെയ്തോട്ടെ. അങ്ങുമിങ്ങും കൂടിക്കൊടുത്തുകൊണ്ടുള്ള മതത്തിന്റെ ആദർശങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സൗഹാർദ്ദം അത് ഇസ്ലാമിലില്ല. എവിടെ എത്തി കാര്യങ്ങൾ?